ഇത് കാണുമ്പോൾ നമ്മുടെ വെട്ടുകേക്ക് പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് വെട്ടുകേക്കല്ല കേട്ടാ. ഇതാണ് ഒഡീഷയിലെ ഫേമസ് ആയിട്ടുള്ള കുർക്കുറെ ഗുൽഗുലെ. ഉണ്ടാക്കാനാണെങ്കിൽ നല്ല സിമ്പിൾ ആണ്. അപ്പൊ ഇതിന് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സിന്റെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ ഒരു 3-4 ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കാം. റവ വറുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂണ് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യരുത്, നെയ്യ് എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കാം. സാധാ നോർമൽ വാട്ടർ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്ന പോലെ കുറെ കട്ടിയാക്കിയിട്ട് കുഴക്കരുത് കേട്ടോ, കുറച്ച് ലൂസ് ആയിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഏകദേശം നമ്മൾ കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഓയിൽ നല്ല പോലെ ചൂടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേക ഷേപ്പൊന്നും ആക്കണമെന്നില്ല കേട്ടോ, നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം നമുക്ക് തിരിച്ചു മറിച്ചിലിട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതുണ്ടാക്കുന്ന സമയത്ത് ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ചെറിയ തീയിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഉൾഭാഗം നമുക്ക് നല്ല പോലെ കുക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ സൈസിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ കുർക്കുറെ ഗുൽഗുലെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൽ മുട്ട ചേർക്കാത്തത് കൊണ്ടും ഇതിൽ എക്സ്ട്രാ ജീരകം ചേർക്കുന്നതുകൊണ്ടും വെട്ടുകേക്കിന്റെ ടേസ്റ്റ് അല്ല, അതിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുതേ.